ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് ലിയോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് നവംബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ബാധിക്കില്ല. ഏതാ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെലവെൻ്റ് ആണ് വെച്ചാൽ അത് ആ മെസ്സേജസ് എടുത്താൽ മതി. ബാക്കിയുള്ള മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അത് വേറെ ഏതോ ലിയോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. ഈ വീഡിയോനെ കുറേ ആൾക്കാർ കാണാറുണ്ട്. അപ്പോൾ എല്ലാ മെസ്സേജസ് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് കൂടുതൽ റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. പേഴ്സണൽ റീഡിങ്സ് നിങ്ങൾക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, അതല്ല വെച്ചാൽ ഇമെയിൽ ചെയ്യാം. അതുമല്ല വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അവിടെയും എന്നെ മെസ്സേജ് ചെയ്യാം. എൻ്റെ ചാനൽ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെമ്പർ ആവാം. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. ഹായ് ലിയോ, അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. നിങ്ങളുടെ എന്താണ് മെസ്സേജസ് വരണേ നവംബർ മാസത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാർഡ് ഇവിടെ മ്യൂൾ. സമൺ ഈസ് എക്സ്ട്രീംലി സ്റ്റബേൺ ആൻഡ് അൺവില്ലിങ് ടു ചേഞ്ച്. അപ്പോൾ നിങ്ങൾ ഡീൽ ചെയ്യണ ഒരു പേഴ്സൺ കുറേ സ്റ്റബേൺ ആണ്. അവർക്ക് ഒരു മാറ്റം വേണ്ട, അവർ ചേഞ്ച് ചെയ്യാനും റെഡിയല്ല. അങ്ങനത്തെ ഒരു പേഴ്സണെ കുറിച്ചാണ് ഈ റീഡിങ്ങിൽ ഫോക്കസ് ചെയ്യണത്. ഈ റീഡിങ് ഫോക്കസ് ചെയ്യണത് അങ്ങനത്തെ ഒരു പേഴ്സണിലാണ്. ഡിസ്കോർഡ് അമംഗ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പോൾ ചില ഫ്രണ്ട്സും ഫാമിലിയുടെ കൂടെ ചില വഴക്കുണ്ടാവാൻ വഴിയുണ്ട്. മൂന്നാമത്തെ കാർഡ് ഇവിടെ ഫ്ലൂട്ട്. ഡിസപ്പോയിൻമെൻറ്റ് ഇൻ എ ഫ്രണ്ട് ഓർ എ ലവർ. അപ്പോൾ ആദ്യം ഞാൻ കാണുന്നത് നിങ്ങൾ കുറേ റിലേഷൻഷിപ്പ് കൈൻഡ് ഓഫ് എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ റിലേഷൻഷിപ്സ് ഫാമിലിയുടെ കൂടെ, ഫ്രണ്ട്സിൻ്റെ കൂടെ, അതാണ് കൂടുതൽ ഫോക്കസ് ഉള്ളത് ഈ മാസം. നെക്സ്റ്റ് കാർഡ് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബാരൽ. യു ഫീൽ സംതിങ് ഇസ് ലാക്കിങ് ഇൻ യുവർ ലൈഫ്, പെർഹാപ്സ് ലവ്, മണി ഓർ ഗോൾസ്. അപ്പോൾ നിങ്ങൾ ജനറലി കുറച്ചൊരു ഹാപ്പി അല്ലാത്ത ഒരു എനർജിയാണ് നിങ്ങളുടെ. എന്തോ മിസ്സിങ് ആണെന്നൊരു ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക്, തോന്നൽ. അത് ഇങ്ങനെ ഇതെനിക്ക് ഇല്ല, ഇത് എൻ്റെ ലൈഫിലില്ല, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും ഈ മാസം. ഡാർക്ക് മാൻ, ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ മാൻ വിത്ത് ഡാർക്ക് കോംപ്ലെക്ഷൻ ഓർ ഹെയർ. അപ്പോൾ ഇവിടെ ആദ്യം ഒരു പേഴ്സണെ കുറിച്ച്, വേറൊരു പേഴ്സൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയണത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേറൊരു പേഴ്സൻ്റെ കൂടെ, അതാണ് ഇവിടെ ഫോക്കസ് ഉള്ളത്. ലൈറ്റ്നിങ്, കൺട്രോൾ യുവർ ആങ്കർ ഓർ യു വിൽ ബി സോറി. അപ്പോൾ നിങ്ങളുടെ ആങ്കർ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ അത് കുറച്ച് കൺട്രോൾ ചെയ്യണം. എന്താ വെച്ചാൽ ഈ മാസം ആസ് ഇറ്റ് ഈസ് വേറെ ആൾക്കാരുടെ കൂടെ വഴക്കുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോവും ആ സിറ്റുവേഷൻ. അപ്പോൾ എന്താണ് ലിയോ നിങ്ങളുടെ ടാരോ മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ നവംബർ മാസത്തിൻ്റെ ഓവറോൾ എനർജി ഏസ് ഓഫ് വാൻഡ്സ്. പാസ്റ്റിൽ ഉള്ള എനർജി നിങ്ങളുടെ ഏസ് ഓഫ് കപ്സ്. കറണ്ട് എനർജി നിങ്ങളുടെ 10 ഓഫ് പെൻറ്റിക്കിൾസ്. ഫ്യൂച്ചർ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 6 ഓഫ് പെൻറ്റിക്കിൾസ്. എന്താണ് നിങ്ങളുടെ ചാലഞ്ച് പൊസിഷൻ? ചാലഞ്ചായിട്ട് കാണുന്നത് 7 ഓഫ് കപ്സ്. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? ഡെവിൾ. എന്താണ് സർപ്രൈസ് ഫാക്ടർ ഈ മാസം? 6 ഓഫ് സോഡ്സ്. എന്താണ് നിങ്ങളുടെ ഔട്ട്കം? അപ്പോൾ ലിയോ ഇവിടെ ഞാൻ കാണുന്നത് ഏസ് ഓഫ് വാൻഡ്സ്. പാഷൻ ഉണ്ട് ഇവിടെ ഈ മാസം. കുറേ ഒരു പാഷനറ്റ് തുടക്കം, ഒരു ക്രിയേറ്റീവ് തുടക്കം, ഒരു ക്രിയേറ്റീവ് പ്രോജക്റ്റ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടാവുക. അതിൽ വെച്ചാൽ ജോലിയിൽ എന്തോ സഡൻലി നിങ്ങളുടെ ലൈഫിൽ പറഞ്ഞ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അത് നിങ്ങൾ കുറേ എക്സൈറ്റഡ് ആണ് ഈ ഓപ്പർച്യൂണിറ്റീനെ കുറിച്ച്. ഇതൊരു ലവ് റിലേഷൻഷിപ്പും ആവാം, ഇത് ടെംപ്റ്റേഷൻ ആവാം. അപ്പോൾ എന്താണ് ഈ ഏസ് ഓഫ് വാൻഡ്സ്?
അപ്പോൾ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് കുറേ ഹൈ എനർജി ആയിരിക്കും ഈ മാസം. ഓക്കെ, നിങ്ങൾ കുറേ എനർജറ്റിക് ഫീൽ ചെയ്യും ഈ മാസം. ഹെൽത്തിൻ്റെ കാര്യത്തിലും കുറേ എനർജി ഉണ്ടാവും, നിങ്ങൾക്ക് എല്ലാം ചെയ്യാനുള്ള ഒരു പാഷൻ ഉണ്ടാവും. ഓക്കെ, 9 ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ എസ്പെഷ്യലി നല്ല സക്സസ് ഉണ്ടാവും ഈ മാസം. കുറേ ലക്ഷറിയുടെ ലൈഫാണ് ഞാൻ കാണുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ കുറേ ഹെക്ടിക് എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്ര സമയം ഉണ്ടാവില്ല, എല്ലാത്തിലും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണ എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലും ഹെക്ടിക് ആയിരിക്കും, പേഴ്സണൽ ലൈഫും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഒരു ബാലൻസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഏസ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിലുള്ളത്. അപ്പോൾ ഏസ് ഓഫ് കപ്സ് ഒരു പുതിയ ബിഗിനിങ്, ഒരു ലവ് റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. അപ്പോൾ പാസ്റ്റിൽ ഒരു പുതിയ തുടക്കം ആണ് ഞാൻ കാണുന്നത്, ഒരു ലവ് റിലേഷൻഷിപ്പ്. ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ് ഞാൻ കാണുന്നത് ഇവിടെ. ജെമിനി എനർജി ആൻഡ് എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോണ എനർജിയും ഉണ്ട്. അപ്പോൾ ഇത് ഒരു ട്രാവൽ എനർജിയുമാണ്. അപ്പോൾ മേ ബി നിങ്ങളും ഈ പേഴ്സൺ കുറച്ച് ദൂരെ ആയിരിക്കും താമസിക്കേണ്ടാവുക, കുറച്ച് ട്രാവൽ ചെയ്യേണ്ടി വരും, അങ്ങനത്തെ ഒരു ലൊക്കേഷൻ ആയിരിക്കാം. പക്ഷേ ഞാനിവിടെ കാണുന്നത് എല്ലാം മുമ്പോട്ട് പോകണ എനർജി. അപ്പോൾ എല്ലാം വേഗം മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിലും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകണു. കുറേ പാഷൻ ഉണ്ട്, കുറേ അട്രാക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ മാസം 10 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു മാരേജ് കാർഡാണ്. ചില സമയത്ത് ഇത് ഒരു ഫാമിലി എനർജി ആവാം. അപ്പം മേ ബി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ റെഡി ആയിരിക്കാം. ഒരു കമ്മിറ്റ്മെൻറ്റ് ഞാനിവിടെ കാണുന്നുണ്ട്. അതല്ലച്ച നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഈ പേഴ്സണെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ഫാമിലി ഇൻവോൾവ് ആയിരിക്കും ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഈ മാസം. ഓക്കെ, ഇവിടെ ഞാൻ ആദ്യം ആ ലവ് റിലേഷൻഷിപ്പ് തന്നെയാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ഈ പേഴ്സണെ നിങ്ങളുടെ ഫാമിലിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണു, അവരും അവരുടെ ഫാമിലിനോട് ഈ കാര്യം പറയണു. ഇവിടെ ഗുഡ് ന്യൂസ് ഉണ്ട്. അപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ് ഇല്ലച്ചൊരു ഗുഡ് ന്യൂസ് ഞാൻ കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഫ്യൂച്ചറിൽ കുറച്ചൊരു ഇംബാലൻസ് വരുന്നുണ്ട്. എന്താണ് ഈ ഇംബാലൻസ്? നൈറ്റ് ഓഫ് വാൻസ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഈ സിറ്റുവേഷനിൽ കുറച്ചൊരു ഇംബാലൻസ് എന്താ വെച്ചാൽ, മേ ബി ആദ്യം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ കുറേ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും, ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതല്ലച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു ഇൻസ്റ്റേബിലിറ്റി ആയിരിക്കാം. ഓക്കെ, ഇവിടെ കിങ് ഓഫ് കപ്സ് ഉണ്ട്. ഒരു പേഴ്സൺ കുറേ സ്റ്റേബിളാണ്, പക്ഷെ മറ്റേ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ മറ്റേ പേഴ്സൺ ഒരു ഷുവർ അല്ലാത്ത എനർജിയിലാണ് ഞാൻ കാണുന്നത്. സഡൻലി ഒരു എന്താ പറയുക, അവർ മുമ്പത്തെ മാതിരി ഒരു ഷുവർ അല്ല ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഓക്കെ, 7 ഓഫ് കപ്സ് ആണ് ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച്. നിങ്ങൾക്ക് ഈ മാസം ടെംപ്റ്റേഷൻസ് ആണ്. അപ്പം നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആണ് വെച്ചാൽ ഇവിടെ വേറെ ആൾക്കാർ, വേറെ ടെംപ്റ്റേഷൻസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സഡൻലി നിങ്ങൾക്ക് മുമ്പേ ഉള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. മേ ബി വേറെ പുതിയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാവും. ആൻഡ് അത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണു. ഞാൻ ചൂസ് ചെയ്ത പേഴ്സൺ ശരിയാണോ എനിക്ക് വേണ്ടി, അങ്ങനെയൊക്കെ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട്. ഇവിടെ എസ്പെഷ്യലി ഞാനൊരു പുതിയ പേഴ്സണെ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് അവരുടെ കൂടെ കുറേ ഇങ്ങനെ ഒരു ഫ്ലേർട്ടേഷ്യസ് എനർജി ഉണ്ട്. അത് നിങ്ങളുടെ ചാലഞ്ചാണ്. ഓക്കെ, ഈ മാസം ഡെവിൽ അഡ്വൈസ് യൂണിവേഴ്സ് പറയണത് ഇവിടെ എന്താ വെച്ചാൽ, ശരിയല്ലാത്ത, നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യണത് ശരിയല്ല ഇല്ലാച്ചാൽ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എന്തോ ഈ റിലേഷൻഷിപ്പിൽ മുമ്പത്തെ മാതിരി അല്ല, കാര്യങ്ങൾ എന്തോ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് ഫ്ലാഗ് എന്താ വെച്ചാൽ അതിനെ മനസ്സിലാക്കുക. എന്താ വെച്ചാൽ ഇത് നിങ്ങളുടെ ഭാഗത്തിലാണ് ഈ ടെംപ്റ്റേഷൻ വെച്ചാൽ നിങ്ങൾക്ക് അതിനെ അപ്പളന്നെ കട്ട് ഓഫ് ചെയ്യണം. എന്താ വെച്ചാൽ ഇവിടെ യൂണിവേഴ്സ് പറയണതെന്ന് വെച്ചാൽ ചെയ്യണതൊക്കെ അതിൻ്റെ കർമ്മ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്താൽ പോസിറ്റീവ് കർമ്മ ഉണ്ടാവും, നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്താൽ നെഗറ്റീവ് കർമ്മ ഉണ്ടാവും. അത് സൂക്ഷിക്കണം. എസ്പെഷ്യലി നിങ്ങൾ മാരിഡ് ആണ്, ഇല്ലച്ചാൽ എൻഗേജ്ഡ് ആണ്, ഇല്ലച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഓൾറെഡി ഉണ്ട് വെച്ചാൽ കുറേ ടെംപ്റ്റേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് അതാണ് ഇവിടെ യൂണിവേഴ്സ് അഡ്വൈസ് തരണത്. നിങ്ങൾക്ക് കുറേ സ്റ്റേബിലിറ്റി ഉണ്ടാവണം ഈ മാസം. ഫേം ആയിട്ടൊരു ഡിസിഷൻ എടുക്കണം. നിങ്ങൾ ഡിസൈഡ് ചെയ്തത് അതിൽ തന്നെ നിങ്ങൾ ഫേം ആവണം. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ട് വെച്ചാൽ
അത് ഓപ്പണായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യണം. അവരറിയാണ്ട് വേറെ ഒരു പേഴ്സൻ്റെ കൂടെ ഇൻവോൾവ് ആവണത് അത് ശരിയല്ല. അപ്പോൾ 6 of Swords ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ ഞാൻ കാണുന്നത്. ഇതൊരു ടെമ്പററി സിറ്റുവേഷൻ ആണ്. ഓക്കെ, 6 of Swords നിങ്ങൾക്ക് അറിയാത്ത സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി ഈ നവംബർ എനർജി കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. പക്ഷേ നിങ്ങൾ സ്റ്റെബിലിറ്റിയിലേക്കാണ് പോണത്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്യൂച്ചറിലും ഞാൻ ഒരു റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്, ഒരു മാരേജ് കാണുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഡിസിഷൻ ഈ മാസം നിങ്ങൾക്ക് നല്ല പോലെ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പോകണമെന്ന്. അത് സൂക്ഷിച്ചിട്ട് വേണം നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. എന്താ വെച്ചാൽ നിങ്ങൾ എടുക്കണ തീരുമാനം നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കും. നിങ്ങൾ ഈ ടെംപ്റ്റേഷൻസിൽ മുമ്പോട്ട് പോയി പറഞ്ഞാൽ ഈ സിറ്റുവേഷനിൽ കുറേ ടെംപ്റ്റേഷൻസ് ഉണ്ട് ഈ മാസം. നിങ്ങൾ അതിനെ ഫോളോ ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത് എഫക്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾ ആ സിറ്റുവേഷനെ ഇമ്മീഡിയറ്റ്ലി കട്ട് ഓഫ് ചെയ്താൽ അതുമാതിരി നിങ്ങൾക്ക് അത് ഒരു പോസിറ്റീവ് വേയിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾ ഡിസിഷൻ എടുക്കണം ഇല്ലെങ്കിൽ തീരുമാനം എടുക്കണം വെച്ചാൽ നല്ലപോലെ സൂക്ഷിച്ചിട്ട് വേണം തീരുമാനം എടുക്കുക. നിങ്ങൾ കറണ്ട് റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല വെച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൽ മുമ്പോട്ട് പോകാൻ പാടില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് വെച്ചാൽ അതുമാതിരി സൂക്ഷിച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കുക. ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പേജ് ഓഫ് കപ്സ് ആണ്. പേജ് ഓഫ് കപ്സ് ഒരു പുതിയ ബിഗിനിങ് ആണ്, ഒരു ലവ് ഒരു ക്രഷിൻ്റെ എനർജിയാണ്. എസ്പെഷ്യലി നിങ്ങളുടെ ജോലിയുടെ സിറ്റുവേഷനിൽ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കമ്പനി, നിങ്ങളുടെ ജോബിലായിരിക്കും ഈ പുതിയ പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ കുറേ ട്രാവൽഡ് എനർജി ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ, ഫ്ലേർട്ടിങ് എനർജി കാണാണ്ട്. അപ്പോൾ കുറേ പ്രാക്ടിക്കലായിട്ട് വേണം ചിന്തിക്കാൻ. അതാണ് യൂണിവേഴ്സ് പറയണത്. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാം പ്രാക്ടിക്കലായിട്ട് വേണം കാര്യങ്ങളും ഡിസിഷൻസ് എടുക്കുക. അപ്പോൾ ലിയോ, ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് റീഡിംഗ് ആണ് ഈ മാസം. പക്ഷേ ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. നിങ്ങൾക്കൊരു ബോണസ് റീഡിംഗ് വേണം വെച്ചാൽ ബോണസ് എന്ന് പറഞ്ഞിട്ട് കമൻസിൽ എഴുതുക. എത്രയും ആൾക്കാർ ബോണസ് മെസ്സേജ് അയക്കണു അത്രയും ഞാൻ അങ്ങനെ അതുമാതിരിയാണ് ഞാനൊരു ബോണസ് റീഡിങ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കൊരു ബോണസ് റീഡിംഗ് വേണം വെച്ചാൽ ബോണസ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ്.